കമൻറ്റ് ബോക്സിൽ ഡിസ്ഫോറിക് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സിനെ കുറിച്ചിട്ടും പോസ്റ്റ് പാർട്ടം ഡിസ്ഫോറിയനെ കുറിച്ചിട്ടും സംസാരിക്കാമോ എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യാദേവി. ഡിസ്ഫോറിക് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് കാരണം താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അമ്മമാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡോപ്പാമിൻ കുറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡോപ്പാമിൻ കുറവ് സാധാരണഗതിയിലും കൂടുതലായിട്ട് കുറയുവാണെങ്കിൽ അത് ഡീമർ എന്ന് പറയുന്ന കണ്ടീഷന് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം അമ്മയ്ക്ക് പാല് കൊടുക്കുന്നതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സമയത്തോ വളരെയധികം സങ്കടം ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ആങ്സൈറ്റി തോന്നുക, അല്ലെങ്കിൽ പേടി തോന്നുക, ഒരു കാരണമില്ലാതെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണെന്നോ ഒക്കെയുള്ള ഫീലിംഗ് പെട്ടെന്ന് ഉണ്ടാവാം. ഇത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അമ്മമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് തൊട്ട് മുന്നെയോ പാല് കൊടുക്കുന്ന സമയത്തോ ഇങ്ങനെ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഇതാണ് കാര്യം എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് വരുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നതിലൂടെയും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെയും പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ ഇത് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിന് പലപ്പോഴും മെഡിസിൻ ആവശ്യമായിട്ട് വരാറില്ല. ഇമോഷണൽ സപ്പോർട്ട് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇത്. സാധാരണഗതിയിൽ ഈ ഒരു പ്രശ്നം 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് പാർട്ടം ഡിസ്ഫോറിയ ആയിട്ടൊക്കെ ചേർന്നിട്ട് ഇത് കാണുന്ന സാഹചര്യങ്ങളിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്ന അത്രയും നാളിത് നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. പോസ്റ്റ് പാർട്ടം ഡിസ്ഫോറിയ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.